ജൂബിലി ആഘോഷിക്കുന്ന സംഘടനയ്ക്ക് 2024 യുവഗാന തുടങ്ങി സഹോദര സംഘടനകളുമായി സുദൃഢ ബന്ധം സ്ഥാപിക്കുന്നതോടൊപ്പം യോജിക്കാവുന്ന മേഖലകളിൽ ഏകോപനം ഉണ്ടാക്കി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇതൊക്കെ ഇപ്പൊ ഇവിടെ പറഞ്ഞു കേൾക്കുമ്പോൾ ചിലപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് നടത്തിപ്പോരുക എന്നുള്ളത് ഒരു സംശയം ഉണ്ടാവും. എന്റെ ടീമിന്റെ കയ്യിൽ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കുകളൊന്നുമില്ല. പക്ഷേ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നിങ്ങളെപ്പോലുള്ള ജനങ്ങളുടെ നിശ്ചയവുമായ കാരണത്താലും ഇത്രയും പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുൻകാല അനുഭവങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ മന്ത്രിയോട് എനിക്ക് ഒരു നന്ദി പറയാനുള്ളത്, എന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രയാസഘട്ടത്തിൽ അദ്ദേഹം എന്നെ ഫോൺ ചെയ്ത് ആശ്വസിപ്പിച്ചതും ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ശ്രമിച്ചുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട കേരള വനവകുപ്പ് മന്ത്രി ശ്രീ ബിനോയ് വിശ്വൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എന്റെ മുന്നിലിരിക്കുന്ന വ്യക്തിവൃത്തി, വിവാഹം എന്നിവയ്ക്കുള്ള സഹായം യഥാസമയം നൽകിവിടുന്നു. റിലീഫ് പ്രവർത്തനത്തിന് മൊത്തമായി വർഷത്തിൽ 6 ലക്ഷം രൂപ ചെലവഴിക്കുന്നുണ്ട്. മെഡിക്കൽ വിംഗ് 6ാമത്തെ പ്രവർത്തന പദ്ധതിയായ മെഡിക്കൽ വിംഗിന്റെ പ്രധാന പ്രവർത്തനമാണ് CSGO കുവൈറ്റുമായി സഹകരിച്ച് CSGO ബിൽഡിംഗിന്റെ തെക്കേ വശത്ത് നടത്തിവരുന്ന പ്രീ മെഡിക്കൽ എയ്ഡ് സെന്റർ. ദിവസവും ശരാശരി 50 രോഗികൾക്ക് ചികിത്സയും മരുന്നും സൗജന്യമായി ലഭിക്കുന്ന ഈ പദ്ധതിക്ക് മാസത്തിൽ 30,000 രൂപ ചെലവിടുന്നത് മുഴുവനായി CSGO കുവൈറ്റ് വിംഗ് സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. ഇതിന് പുറമെ മാരക രോഗം മൂലം സ്ഥിരമായി മരുന്ന് കഴിക്കേണ്ട 56 രോഗികൾക്ക് ആവശ്യമായ മുഴുവൻ മരുന്നുകളും പുറത്തുനിന്ന് വാങ്ങി നൽകുന്ന ഒരു നൂതന പദ്ധതി മെഡിക്കൽ വിംഗ് നടത്തിവരുന്നു. ഇതിന് മാസത്തിൽ 20,000 രൂപ ചെലവിടുന്നത് PUS പബ്ലിക് യൂട്ടിലിറ്റി സ്കീം. CSGO അക്കൗണ്ടിലെയും മെമ്പർമാരുടെയും സുഹൃത്തുക്കളുടെയും ബാങ്ക് അക്കൗണ്ടിലെ ഇൻട്രസ്റ്റ് തുക സ്വരൂപിച്ച് നടത്തുന്ന പ്രവർത്തന പദ്ധതിയാണ് CSGOന്റെ 7ാമത്തെ വിംഗായ പബ്ലിക് യൂട്ടിലിറ്റി സ്കീം. കുറ്റിച്ചിറയിലെ അശോകോയമുള്ള പാർക്ക് നവീകരണം, പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചെറിയ റോഡുകൾ അരിപ്പുചാൽ റിപ്പയർ ചെയ്യുക, ഗവൺമെന്റ് സ്കൂളിലെ കുടിവെള്ള പദ്ധതി, ക്ലാസ് റൂം റിപ്പയർ, ബസ് സ്റ്റാൻഡ് നിർമ്മാണം, റോഡുകളിൽ മരം വെച്ച് പിടിപ്പിക്കൽ, എല്ലാവർക്കും ഉപയോഗിക്കുന്ന തരത്തിൽ പൊതുസ്ഥലത്ത് സ്ഥാപനങ്ങളിൽ കിണർ കുഴിച്ചു കൊടുക്കുക എന്നീ പ്രവർത്തനങ്ങൾക്ക് വർഷം തോറും 3 ലക്ഷം രൂപ ചെലവഴിക്കുന്നുണ്ട്. പാർക്ക് ആൻഡ് ടി.വി. സ്വാതന്ത്ര്യ സമരസേനാനി അശോകോയമുള്ളയുടെ നാമധേയത്തിലുള്ള കുറ്റിച്ചിറയിലെ കോർപ്പറേഷൻ പാർക്കും അതിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള യന്ത്രസാമഗ്രികളും TV സെറ്റും പൂർണ്ണമായി മെയിൻറ്റെയിൻ ചെയ്യുന്നത് CSGOന്റെ 8ാമത്തെ പ്രവർത്തന പദ്ധതിയാണ്. ഇന്റലക്ച്വൽ ആൻഡ് കൾച്ചറൽ വിംഗ് മാസത്തിൽ ഒരിക്കൽ പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മതവിദ്യാഭ്യാസ, ആരോഗ്യ, രാഷ്ട്രീയ വിഷയങ്ങളെ ആസ്പദമാക്കി പ്രഗത്ഭരെ സംഘടിപ്പിച്ച് ചർച്ചാ ക്ലാസ് നടത്തുക, CSGO മെമ്പർമാരുടെ കുടുംബങ്ങൾക്കായി കുടുംബ സംഗമം, വിനോദയാത്ര സംഘടിപ്പിക്കുക എന്നതാണ് 9ാമത്തെ വിംഗിന്റെ പ്രധാന പ്രവർത്തനം. ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ പ്രദേശത്തെ യുവതീ-യുവാക്കൾക്ക് ജോലി സാധ്യതയുള്ള കോഴ്സിനെ പറ്റി യഥാസമയം നോട്ടീസ് ബോർഡിൽ വിവരമറിയിക്കുക, തൊഴിലധിഷ്ഠിത കോഴ്സുകളെ പറ്റി അവയർനെസ് ക്ലാസ് നടത്തുക, പൊതുജനങ്ങൾക്ക് ഗവൺമെന്റിന് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ, പെൻഷൻ സംബന്ധമായ കാര്യങ്ങൾ, ഗസറ്റിലെ വിവരങ്ങൾ എന്നിവ നോട്ടീസ് ബോർഡിലെ വിവരങ്ങൾ അറിയിക്കുവാൻ എന്നിവയാണ് ഈ വിംഗിന്റെ പ്രവർത്തനം. പ്രൊജക്ട് ആൻഡ് പ്ലാനിംഗ് CSGOന്റെ കീഴിൽ നടത്താൻ പോകുന്ന പുതിയ പ്രൊജക്ടിന്റെ പ്ലാനിംഗ് തയ്യാറാക്കുകയും അതേപറ്റി പഠിക്കുകയും ചെയ്ത ശേഷം ഭരണസമിതിയിൽ അവതരിപ്പിക്കുക. സ്കോളർഷിപ്പ് നിർത്തരായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായ ധനസഹായം നൽകുക കഴിഞ്ഞ വർഷം ആരംഭിച്ച പുതിയ വിംഗിന്റെ പ്രവർത്തനം. അതുപ്രകാരം CSGOയിലെ ITസിലെ 12 കുട്ടികൾക്ക് മാസം തോറും നിശ്ചിത തുക സഹായിച്ചു വരുന്നു. അതോടൊപ്പം അവരുടെ പഠന നിലവാരം ഉയർത്തുകയും വേണ്ട ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു. ഇതേ കമ്മിറ്റിയുടെ കീഴിൽ തന്നെ എൻഡോമെന്റ് സ്കീം പ്രകാരം ഒരു കുട്ടിക്ക് എഞ്ചിനീയർ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. പ്രദേശത്തെ 4 സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് വിവിധ ദിവസങ്ങളിലായി പ്രഗത്ഭ വ്യക്തികളെ സംഘടിപ്പിച്ച് അവയർനെസ് ക്ലാസ് നടത്തിയിരുന്നു. കോതിപ്പാലം പ്രൊജക്ട് CSGOന്റെ 13ാമത്തെ പ്രൊജക്റ്റായ കോതിപ്പാലം കഴിഞ്ഞ വർഷമാണ് തുടങ്ങിയത്. അപ്രോച്ചിലൂടെ ആഘാതമാക്കുന്നത് അവിടെ താമസിക്കുന്നവർക്ക് കോർപ്പറേഷൻ നൽകിയ ചാമുണ്ടി വളപ്പിലെ സ്ഥലത്ത് ഈ പദ്ധതിയുടെ കീഴിൽ 3 പ്രാവശ്യമായി 12 വീടുകൾക്ക് സൗജന്യമായി തറ നിർമ്മിച്ചു നൽകി. മേൽ പ്രസ്താവിച്ച പ്രവർത്തന പദ്ധതികളുടെ മേലോട്ടം വഹിക്കുന്നത് തെരഞ്ഞെടുത്ത പ്രവർത്തക സമിതി മെമ്പർമാരും സബ് കമ്മിറ്റി അംഗങ്ങളുമാണ്. ഇതിനൊക്കെ പുറമെ വിദ്യാഭ്യാസ പ്രോത്സാഹനം എന്ന നിലയ്ക്ക് 4 സ്കൂളിലെ SSLC, VHS, +2 വിദ്യാർത്ഥികൾക്ക് മെരിറ്റ് ഫംഗ്ഷനിലൂടെ പ്രോത്സാഹന സമ്മാനം നൽകുകയും ഈ സംഗമം, സമൂഹ സംസ്കരണം എന്നിവ വർഷം തോറും നടത്തിവരുന്നുണ്ട്. ഇതൊക്കെ CSGOന്റെ മെയിൻ വിംഗിന്റെ പ്രവർത്തനങ്ങളാണ്. CSGO വിംഗുകളുണ്ട്. സീനിയർ സെക്ഷൻ 60 വയസ്സിന് മീതെയുള്ള പ്രായമുള്ള പ്രദേശത്ത് പ്രവർത്തിക്കാവുന്ന വേദിയാണ്
CSO സ്വീകരിച്ച് 135 മെമ്പർമാരുള്ള ഫോറത്തിന്റെ പ്രധാന പ്രവർത്തന പദ്ധതി മാസം തോറും 300 രൂപ വീതം 100 പേർക്ക് പെൻഷൻ നൽകുന്ന എൽപേജ് സ്കീമാകുന്നു. ഇതിന്റെ പുറമെ മെമ്പർമാർ മുഖേന അർഹരായ 100 സാധു കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റും നോമ്പുതുറ സാധനങ്ങളും പുതുവസ്ത്രങ്ങളും വിതരണം നടത്തി വരുന്നു. വനിതാ വേദി പ്രദേശത്തെ സ്ത്രീ സമൂഹത്തിന് പ്രവർത്തിക്കാവുന്ന ഒരു വേദിയാണ് CSO വനിതാ വേദി. അർഹരായവരെ കണ്ടെത്തി അവരുടെ വീടുകളിലേക്ക് വീട്ടുപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുകയും മെമ്പർമാർക്കിടയിൽ പാചക ആരോഗ്യ ക്ലാസുകൾ ആന്റി കറപ്റ്റ് ഈ ടീം അരനൂറ്റാണ്ടുകളുടെ കാലത്ത് ഒരു വലിയ പൈതൃകത്തിന്റെ പുതിയ കണ്ണിയാണ്. അവർക്കറിയാം അവർ നയിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പരിശുദ്ധ ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേകത എന്താണ്. അവർക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്, CSOയെ നയിക്കണമെന്നാണ്. അതെല്ലാം ചെയ്യുമ്പോഴും തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്ന ഈ കാര്യങ്ങൾക്കെല്ലാം ഈ പുതിയ പ്രസിഡന്റിന് അദ്ദേഹത്തിന്റെ ടീമിന് എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. CSOയുടെ പ്രവർത്തനങ്ങളിൽ ചെറുപ്പക്കാരുടെ പങ്കാളിത്തം കുറച്ചുകൂടി വേണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. നമുക്ക് ബാലയവസ്ഥയ്ക്കുണ്ട്, യൂത്ത് വിങ്ങുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും CSO കുറച്ചുകൂടി യുവാക്കളുടെ മുമ്പിലേക്ക് ചില ആശയങ്ങളും ചില സന്ദേശങ്ങളും എത്തിക്കാൻ ബോധപൂർവ്വം പ്രവർത്തിക്കണമെന്ന് ഞാൻ CSOയുടെ ഉത്തമ സുഹൃത്ത് എന്ന നിലയ്ക്ക് ആഗ്രഹിക്കുന്നു. CSO പ്രവർത്തിക്കുന്ന കുറ്റിച്ചറയ്ക്കും CSOയുടെ പ്രവർത്തനങ്ങളും ഇസ്ലാമിന്റെ ലോകപക്ഷവുമായി ബന്ധമാണ്. ഇസ്ലാം ഇന്ന് ലോകത്തെവിടെയും തെറ്റിദ്ധാരണയ്ക്കും ദുർവ്യാഖ്യാനങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഈ തെറ്റിദ്ധാരണയുടെയും ദുർവ്യാഖ്യാനത്തിന്റെയും എല്ലാ ശക്തികൾ പലപ്പോഴും ഇസ്ലാം എന്നുള്ള പേരിട്ടുകൊണ്ട് നടക്കുന്ന പല പ്രവർത്തനങ്ങളെയും ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നു. ലോകത്ത് വലിയ പ്രതാപമുള്ള ശക്തിയുള്ള വാഷിംഗ്ടണിലെ തിങ്ക് ടാങ്കുകൾ ലോകത്തെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഒരു പുതിയ സമവാക്യം. ആ സമവാക്യം ഇങ്ങനെയാണ്. സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ് ഈ പ്രദേശത്തെ കുറ്റിച്ചറി ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാവുന്നതാണ്. വിശേഷിച്ചും ഒരു